ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇയർ ബിഫോർ എൻ്റെ ഹെയർ കണ്ടീഷൻ ഇതായിരുന്നു. അപ്പം ഞാൻ ചെയ്യാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഏർലി മോർണിംഗ് നമുക്ക് എഴുന്നേൽക്കേണ്ടി വരുന്ന ഫുഡ് പ്രോപ്പറല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് എൻ്റെ വൈറ്റമിൻസ് ഡെഫിഷ്യൻസി, അതായത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി എനിക്ക് ഹൈ ആയപ്പം ഒരുപാട് ഹെയറും ബ്രേക്കൗട്ടും ആയി തുടങ്ങി. അപ്പം ഹെയർ പൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടാബ്ലറ്റ്സ് എടുക്കാൻ തുടങ്ങി, വൈറ്റമിൻ ടാബ്ലറ്റ്സ്, വൈറ്റമിൻ ഡി എടുക്കാനായിട്ട് തുടങ്ങി. പക്ഷേ എൻ്റെ ഹെയറിൻ്റെ ആ ഒരു കണ്ടീഷൻ ഭയങ്കര മോശമായതുകൊണ്ട് ബ്രേക്കായി പോകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ബോട്ടോക്സ് ആയിരുന്നു. ബോട്ടോക്സ് ചെയ്തു, എൻ്റെ ഹെയറിൻ്റെ കണ്ടീഷൻ നല്ല ഹെൽത്തി ആയി. ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഹെയർ ഇങ്ങനെയാണ്. ഇപ്പം 1 ഇയർ കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. എൻ്റെ ഒരു ഹെയർ കണ്ടീഷൻ ഇതാണ്. കം ബാക്ക് ടു മൈ ഹെയറിലേക്ക് തന്നെ ഇത് തിരിച്ചു വന്നു. കളറിങ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരും ഡൗട്ടാണ്, കളറിങ് ചെയ്താൽ ഡ്രൈ ആവുമോ? ഹെൽത്തി ഹെയറിൽ ഒരിക്കലും കളറിങ് ചെയ്താൽ ഡ്രൈ ആവത്തില്ല. പിന്നെ കളറിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് ചെയ്യണം. അതിൻ്റെ തന്നെ ഷാമ്പൂ, കണ്ടീഷണറുണ്ട്, വിറ്റമിനോ ഷാമ്പൂ, കണ്ടീഷണറുണ്ട്, കളർ പ്രൊട്ടക്ഷൻ ഷാമ്പൂസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യണം. നമ്മൾ എന്ത് ഹെയറിൽ ചെയ്താലും നമ്മൾ അതിൻ്റെ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് നമ്മളത് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഡ്രൈനെസ് ഒന്നും ആവില്ല. പക്ഷേ എനിക്ക് അത് ഫോളോ ചെയ്യാനായിട്ട് പറ്റില്ല. കാര്യം ഏർലി മോർണിംഗ് വന്നു കഴിഞ്ഞാൽ വീട്ടിലെത്തുന്ന സമയം ഒരു 8 o'clock ഒക്കെ ആവുന്നത് ഉള്ളതുകൊണ്ട് എനിക്കത് ഫോളോ അപ്പ് ചെയ്യാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട്